കുരുടനും ജ്ഞാനക്കാരി, നട്ടപ്പാതിരിക്ക് വന്ന നിക്കോദിമോസും, പട്ടാപ്പകലിൽ വന്ന സമരിയക്കാരിയും എല്ലാവരെയും ചേർത്ത് ഒരു കൃപയുടെ പുതപ്പ് ഇപ്പോഴുണ്ട്. നമ്മളുണ്ട്. യേശു നിനക്കാര, യേശു എനിക്കാര. നമ്മളിങ്ങനെ കർത്താവിന് വി സബ്സ്റ്റിറ്റ്യൂട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ കൺവീനിയൻസ്. നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കർത്താവിനെ മാറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം പുറത്തിറക്കി. ഞാൻ മുമ്പ് ശുശ്രൂഷിച്ച ഒരു ഇടവകയിലെ ഒരു മോളുടെ അനുഭവമാണ്. 11 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. ബ്രെയിൻ സ്റ്റെം ഗ്ലയോമ എന്ന് പറയുന്ന ഒരു ബ്രെയിൻ ട്യൂമർ വന്നതാണ്. 31 റേഡിയേഷൻ അവൾക്ക് ചെയ്തു, കീമോതെറാപ്പികൾ ചെയ്തു. 1.5 വർഷം ഈ കഠിനമായ ഈ വേദനയിലൂടെ പോയി. ഒരു 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ കോവിഡാണ്. അതിഭയങ്കരമായ ഈ ക്യാൻസർ വേദനയിൽ കൂടെ പോയപ്പോ അവളുടെ ശരീരാവസാനം തളർന്നു പോയിട്ടുണ്ട്. അവളിങ്ങനെ അധികം മിണ്ടാത്ത കുട്ടിയാണ്. അവളുടെ അടക്കം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ വീട്ടിൽ ചെല്ലുക. അവളുടെ മമ്മി എൻ്റെ കയ്യിൽ ഒരു ഡയറി എടുത്തു കരഞ്ഞു. ആ ഡയറിയുടെ തുടക്കം മുതൽ സങ്കടപ്പെടുത്തുവാണ് അവളെ. ഒരു 5ാം ക്ലാസ്സുകാരി, ഒരു 6ാം ക്ലാസ്സുകാരി. അവളിങ്ങനെ ദൈവവചനം എഴുതി വെക്കുക ഓരോ പേജും. എന്നിട്ട് അവളുടെ ചിന്ത അതിനോട് ചേർന്നത് 100 കണക്കിന് വാക്യങ്ങൾ അവൾ കാണാതെ പഠിച്ചു. ഈ രോഗകാലത്ത് അവളെ സൗഖ്യപ്പെടുത്തുമെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ അവള് പറയാം, അവളെ കിടപ്പ് മുറിയിൽ മുഴുവൻ ദൈവവചനം ചേച്ചിയെ കൊണ്ട് എഴുതി ഒട്ടിപ്പിച്ചു വെക്കുകയാണ്. NRI സൈനികനൊക്കെ കയറുമ്പോ 91 സങ്കീർത്തനം ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും, പേടിയാകൊണ്ടിരിക്കാൻ. നമ്മുടെ കൊച്ചിന് 23ന്റെ പകുതിയോ അറിയാവൂ. മുറിവില്ലാത്തതുകൊണ്ടാണ്, നിറവ് മാത്രമേ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഏഴ് വചനങ്ങൾ അവള് പഠിക്കും. അവളുടെ ചിന്തകൾ, അവളുടെ ആശയങ്ങളിൽ കഠിന വേദനയും. ആ ഡയറിയുടെ പകുതി കഴിഞ്ഞപ്പോഴേക്കുള്ള അക്ഷരങ്ങൾ മുറിഞ്ഞുപോയി, അവസാനിച്ചു. അപ്പോഴേക്കുള്ള കൈ തളർന്നുപോയി, ശരീരം തളർന്നുപോയി. അവസാനത്തെ പേജിൽ അവൾ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാം. ഞാൻ ആ ഒരു പുസ്തകം നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. ഷാരോൺ, വെളിച്ചത്തിൽ കുളിച്ച പെൺകുട്ടി. അവളുടെ അവസാനത്തെ പേജിൽ 6ാം ക്ലാസ് വരെ എഴുതിയിരിക്കുന്നത്, ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആ വാക്യം യെശയ്യാ 62. എന്നിട്ട് നമ്മൾ എഴുതി കാണും, നീ ആഗ്രഹിച്ചതും നീ പ്രതീക്ഷിച്ചതും നീ ചിന്തിച്ചതുമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ നീ നിരാശപ്പെടരുത്. നീ കണ്ടിട്ടില്ലാത്ത, നീ അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു വാതിൽ ദൈവം നിനക്ക് തുറക്കും. 6ാം ക്ലാസ്സാണ്. അത് കഴിഞ്ഞ് എഴുതിയിരിക്കണം, വീഴുമ്പോൾ കരം പിടിച്ചുയർത്താനും കണ്ണീർ തുടയ്ക്കാനും നിഴലിനേക്കാളും നിന്നെ പിന്തുടരുന്ന ഈശോ കൂടെ ഉള്ളപ്പോൾ നീ എന്തിനു ഭയപ്പെടണം. ഇവിടെ ഉറങ്ങാമെന്ന് കേട്ടെ. ഒരു 5ാം ക്ലാസ്സുകാരി ശരീരം തളർന്നു പോകുമ്പോൾ അവൾ അവസാനം എഴുതിയ, പിന്നെ അവളൊന്നും എഴുതിയിട്ടില്ല. വീഴുമ്പോൾ കരം പിടിച്ചുയർത്താൻ, കണ്ണീർ തുടയ്ക്കാൻ നിഴലിനേക്കാളും എന്നെ പിന്തുടരുന്ന കർത്താവ് കൂടെ ഉള്ളപ്പോ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ പ്രിയപ്പെടുന്നത് നമ്മൾ 90 വയസ്സോടെ ചോദിക്കണേ? ആവുന്ന വേലയൊക്കെ മനുഷ്യന് കൊടുക്കാവുന്നതിന് കൊടുത്ത് പണിയും വെച്ചു അല്ലേ? 11 വയസ്സിലുള്ള സ്വർഗത്തിൽ പോയിട്ടുണ്ട്. 11 വയസ്സിലുള്ള സ്വർഗത്തിൽ പോയിട്ട് ഞാൻ വിശ്വസിക്കുക. ഒരുപാട് കുട്ടികൾക്ക് ആ പുസ്തകം ഒരു ഫ്ലെയിം കൊടുക്കട്ടെ. പക്ഷെ നമ്മുടെ കുട്ടികൾ വി സബ്സ്റ്റിറ്റ്യൂട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ കൺവീനിയൻസ്. നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാറ്റിവെക്കും കർത്താവിനെ. ഒരു മഴ പെയ്ത തീർന്നു, ഒരു വിരുന്നുകാർ വന്ന തീർന്നു, ഒരു ട്യൂഷൻ വന്ന തീർന്നു. നിറവിന്റെ കൃപയിൽ ജീവിക്കുമ്പോൾ ചിലർക്ക് നമ്മളെങ്ങനെ വിസ്മയിപ്പിക്കണം. ഒരു മോളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിറവിൽ നമ്മൾ ദൈവം ഉണ്ടെന്ന് പറയും. പിന്നെ ഒരു പേന തൊട്ടിട്ടില്ല. എന്തിന് പേന തൊടണം? നമ്മൾ എഴുതിയതൊക്കെ ഇവിടെ പാലിന്റെ കണക്കും ഗ്യാസിന്റെ ബില്ലും അല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. നല്ല നാളും